ഏഷ്യനെറ്റിലെ 3 ജനപ്രിയ പരമ്പരകളിലേക്ക് 3 ജനപ്രിയ നടിമാർ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഏഷ്യനെറ്റ് ചാനൽ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത്. സൂപ്പർ ഹിറ്റ് സീരിയലുകളായ ചെമ്പനീർ പൂവ്, മഴതോരും മുമ്പേ, ടീച്ചറമ്മ എന്നീ സീരിയലുകളിലേക്കാണ് പുതിയ നായകന്മാർ വരുന്നത്. TPR റേറ്റിംഗിൽ വൻ കുതിപ്പോടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹിറ്റ് സീരീസാണ് മഴതോരും മുമ്പേ. ഈ ഒരു പരമ്പരയിലേക്ക് നടി മീര വാസുദേവാണ് വരുന്നത്. അതുപോലെ റേറ്റിംഗിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലേക്ക് മിയ ജോർജ് ആണ് വരുന്നത്. ടീച്ചറമ്മ പരമ്പരയിലേക്ക് നടി പ്രവീണയും വരുന്നു. ഇത് റിപ്ലേസ് ആണോ അതോ ന്യൂ ക്യാരക്ടറാണോ എന്നൊന്നും അറിയില്ല. അതെന്തായാലും ഈ ഒരു പരമ്പരകളുടെ എല്ലാം പ്രോമോ വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. ഇതിൽ അഥവാ റിപ്ലേസ് ആണെങ്കിൽ ചില ക്യാരക്ടേഴ്സിനെയൊക്കെ അത് വല്ലാതെ ബാധിക്കുമെന്നും അറിയാം. കുടുംബവിളക്ക് മീര വാസുദേവ് ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ ഇമോഷണലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പിന്നീട് ബോൾഡായി മാറിയ ക്യാരക്ടറായിരുന്നെങ്കിൽ കൂടി മഴതോറും മുമ്പേ സീരിയലിലേക്ക് വൈജയന്തി എന്ന ക്യാരക്ടറിന് പകരക്കാരായിട്ടാണ് വരുന്നതെങ്കിൽ ഒരിക്കലും അത് യോജിക്കില്ല എന്നുള്ളതാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. വൈജയന്തി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് സായ്കുമാറിൻ്റെ മകളായ വൈഷ്ണവി. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടർ മീര വാസുദേവ് ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്കയാണ് പ്രേക്ഷകർക്ക്. അതുമാത്രമല്ല, മഴതോറും മുമ്പേ എന്ന സീരിയലിലെ വൈജയന്തി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ അത്രമേൽ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്രയധികം മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ആ ക്യാരക്ടേഴ്സിൽ വൈഷ്ണവിയെ ഒഴിവാക്കരുത് എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയാനുള്ളത്. അതുപോലെ തന്നെ ചെമ്പനീർ പൂ എന്ന സീരിയലിലേക്ക് വരുന്നത് ചന്ദ്രികയിൽ അലയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ നായികയായിരുന്നു മിയ വരുന്നത് ചെമ്പനീർ പൂവിലെ രേവതിയുടെ സ്ഥാനത്തേക്കാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്നാൽ മറ്റേന്തെങ്കിലും റോളായിട്ടാണോ എത്തുന്നത് എന്നും അറിയില്ല. റബേക്കയുടെ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് റബേക്ക അഭിനയിക്കുന്നത്. റബേക്കയ്ക്ക് പകരമായിട്ടാണോ മിയ വരുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യനിൽ സംരക്ഷണം ചെയ്തു വരുന്ന ടീച്ചറമ്മ എന്ന സീരിയലിൽ നായികയായി ടീച്ചറമ്മയായിട്ടാണോ ഇനി പ്രവീണ വരുന്നത് എന്നാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ ശ്രീലക്ഷ്മി എന്ന നടിയാണ് ടീച്ചറമ്മയായി അവതരിപ്പിക്കുന്നത്. ഏതായാലും ഈ 3 സീരിയൽ താരങ്ങൾ ഏതൊക്കെ ക്യാരക്ടറുകളിലാണ് വരുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക്. മീര വാസുദേവും അതുപോലെ പ്രവീണയും മിയ ജോർജും എല്ലാം മികച്ച ജനപ്രിയ സീരിയൽ നടിമാർ തന്നെയാണ്. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിലേക്കുള്ള റിപ്ലേസ്മെൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ ഈ നടിമാർ വരുന്നത് റിപ്ലേസ്മെൻറ്റിലേക്ക് ആവരുതെന്നും പുതിയ ക്യാരക്ടറാണെങ്കിൽ വളരെ മികച്ചതായിരിക്കും എന്നുമാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് പലരും കമൻറ്റ് ബോക്സുകളിൽ കുറിക്കുന്നതും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.